രാജ്യത്ത് സ്വർണവായ്പ വിതരണത്തിൽ വൻ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ആകെ സ്വർണവായ്പയുടെ ഭൂരിഭാഗവും സ്വന്തമാക്കിയിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. കേന്ദ്രധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ നിർണായക വിവരങ്ങളുള്ളത്. മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ ആകെ 11,31,000 കോടി രൂപയുടെ സ്വർണവായ്പയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിൽ 9 ലക്ഷം കോടി രൂപയും, അതായത് ആകെ വായ്പയുടെ 80% 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാണ് എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 4,10,000 ചില്ലറ കോടി രൂപയുടെ വായ്പ സ്വീകരിച്ച തമിഴ്നാടാണ് രാജ്യത്ത് ഒന്നാം സ്ഥാനത്തുള്ളത്. 2,22,000 കോടി രൂപയുമായി ആന്ധ്രാപ്രദേശും 98,962 കോടി രൂപയുമായി കർണാടകയും 90,394 കോടി രൂപയുമായി തെലങ്കാനയും തൊട്ടുപിന്നിലുണ്ട്. 83,657 കോടി രൂപയുടെ വായ്പയുമായി കേരളം 5ാം സ്ഥാനത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. സ്വർണവിലയിലുണ്ടായ വൻ വർധനവാണ് രാജ്യത്ത് സ്വർണപ്പണയ വായ്പകൾ ഉയരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. വായ്പകളുടെ അളവ് വർദ്ധിച്ചെങ്കിലും ലോൺ ടു വാല്യൂ അനുപാതവും കിട്ടാക്കടങ്ങളും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിലെ കിട്ടാക്കടം 2025 മാർച്ചിൽ 9% 2026 മാർച്ചിൽ 1.2 ആയി കുറഞ്ഞു.